ഇപ്പം സാറിപ്പം പറഞ്ഞതുപോലെ വിജയരാഘവൻ ചേട്ടന് ഇപ്പം നമ്മുടെ ഉർവശി ചേച്ചിയാണേലും പറഞ്ഞു, ഒരു ഏറെ വൈകി കിട്ടിയ ഒരു അവാർഡാണ്. ഏത് വേഷം കിട്ടിയാലും അദ്ദേഹം അത് ഗംഭീരമാക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ജഗതി ചേട്ടൻ്റെ പറഞ്ഞതാണേലും അദ്ദേഹം കോമഡി കൂടുതൽ ചെയ്തത് കൊണ്ടായിരിക്കുമോ അങ്ങനെ നിഷേധിച്ചു? അല്ല, അതുണ്ടല്ലോ, കോമഡിക്ക് ഇവിടെ വിഭാഗമില്ല മത്സരിക്കാൻ, അത് വെച്ചിട്ടില്ല. പക്ഷെ അത് വേണം. അദ്ദേഹം കോമഡി ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹം വില്ലനായിട്ട് വരെ അഭിനയിച്ചിട്ടുണ്ട്. രക്തം എന്നോ സിനിമയിൽ, കർത്തവ്യത്തിലോ രക്തത്തിലൊക്കെ ഭയങ്കര വില്ലനായിട്ട് ചെയ്തിട്ടുണ്ട്, സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും നമ്മൾ പലപ്പോഴും പലരും മരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫീൽഡിൽ നിന്ന് മാറി നിൽക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, ഒരു സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്, ഗ്യാപ്പാണ്, അത് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തൊരു ഗ്യാപ്പാന്നൊക്കെ പറയും. എനിക്കിപ്പോഴും തോന്നിയിട്ടുള്ളത് ആ ഗ്യാപ്പ് സത്യത്തിൽ പുള്ളിയാണ്. ഒരു വലിയൊരു കാലഘട്ടം മലയാളിയെ ചിരിപ്പിച്ച് വയറിൽ നീര് വന്ന മനുഷ്യൻ്റെ മുഖത്തുനിന്ന് ചിരിയില്ല. അതൊരു വല്ലാത്തൊരു ട്രാജഡിയാണ്. ജീവിതത്തിൽ വീട്ടിലുറങ്ങിയ കാലം കുറവാണ് പുള്ളി. സെറ്റിലും കാറിലും ഉറങ്ങിയിരുന്നത് എനിക്കറിയുന്ന ഒരു അമ്പിളിച്ചാണ്. ഇന്ന് അദ്ദേഹം വീട്ടിലുമാണ്. എന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റാണ് വിധി എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും വിധിയിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഇതിൽ വിശ്വസിച്ച് പോകുന്നത് പുള്ളിയാണ്. ഒരു പരിഭവവും പറയാതെ ഇന്നൊരു 3 മണിക്കൂർ ഒരു സെറ്റിൽ അഭിനയിച്ചു, അവിടുന്ന് കാറിൽ കയറി 150 കിലോമീറ്ററുള്ള വേറെ സെറ്റിൽ അഭിനയിച്ചു, അവിടുന്ന് 200 കിലോമീറ്റർ തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഈ കാറിലൊരു തലവണയും ഇപ്പോഴും ഫോൺ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല, ഫോൺ പോലും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഞാൻ അദ്ദേഹത്തിനോട് ഒരു പടം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ട്രാക്ക് എന്ന് പറഞ്ഞൊരു പടം, അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ദിവസമേ വരുന്നുള്ളൂ ഷൂട്ട് ചെയ്യാൻ, ഒരു ദിവസം എന്തേ ഉള്ളൂ. അപ്പോൾ ചെയ്യുന്ന ഒരു പടത്തിൽ ഏതോ ഒരു, ഞാൻ നായകനാണ് ആ പടത്തിൽ, വെറുതെ വന്ന് പോയാൽ മതി, പക്ഷേ വന്നിട്ട് എന്താ ക്യാരക്ടർ, ഇതെന്ത് വേണം. അപ്പോൾ ഒരു റബ്ബർ തോട്ടം അവിടുന്ന് ഇങ്ങനെ നടന്നു വരുന്നതാണ്. അപ്പോൾ പുള്ളി അവിടുന്ന് നടന്നു വന്ന് ശരിയാവില്ല, ഓടണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നല്ല എഫേർട്ട് എടുത്ത് ഓടി കഥച്ചൊക്കെ വന്നിട്ട് അഭിനയിച്ചു പോയി. അങ്ങനെ ചെയ്യേണ്ട ഒരു ദിവസം ഏതോ ഒരു പടത്തിൽ ഞാൻ നായകനാവുന്ന പടം ഇങ്ങനെ പുള്ളി എന്ത് വന്നാലും ആരും സർട്ടിഫിക്കറ്റ് പുള്ളിക്ക് വേണ്ടല്ലോ, അങ്ങനെ ചെയ്തു പോയ ഡെഡിക്കേറ്റഡ്. അതെ അതെ, ക്ഷീണമായി പറയുന്ന പോലെ വണ്ടിയിലാണ് ഉറങ്ങുന്നത്. അപ്പോൾ മേക്കപ്പ് ഇങ്ങനെ ഉറങ്ങുമ്പോഴാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ടൊക്കെ പോകുന്നത്. പക്ഷേ ക്യാമറയുടെ മുമ്പിൽ വന്നാൽ ഉറക്കം ഉണ്ടാവില്ല, ക്ഷീണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് പുള്ളിയാണല്ലോ സ്കോർ ചെയ്യുക.